ആറ്റിങ്ങൽ KSRTC പുതിയ ബസ് ടെർമിനലിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഒന്നാംഘട്ട നിർമ്മാണോദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റിങ്ങൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷനാണ്. തിരുവനന്തപുരം, കണിയാപുരം, ആറ്റിങ്ങൽ, കൊല്ലം ഇങ്ങനെ കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിലൊന്നാണ്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കിതുവഴി വാഹന ഗതാഗതം യഥാർത്ഥത്തിൽ കുറവാണ്. നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാവുന്നതോടെ ഇന്ന് കാണുന്നതിൻ്റെ 2 ഇരട്ടി വാഹനം ഇതുവഴി പ്രവഹിക്കാൻ തുടങ്ങും. KSRTCയുടെ ഓപ്പറേഷനുകളിലും ഇപ്പോൾ നമുക്ക് നാഷണൽ ഹൈവേ ഒരു വലിയ നഷ്ടമാണ്. നാഷണൽ ഹൈവേയുടെ പോകുന്ന വണ്ടികൾക്ക് വളരെയധികം നമുക്ക് ഡീസൽ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. സമയത്തിനെത്താൻ കഴിയുന്നില്ല എന്നൊരു വിഷമമുണ്ട്. ഡ്രൈവർമാരെ സംബന്ധിച്ച് വണ്ടി ഓടിച്ച് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടാൽ നാഷണൽ ഹൈവേയിലെ കുട്ടിയത്തൊക്കെ വന്ന് 3/4 മണിക്കൂർ 45 മിനിറ്റ് കിടക്കുമ്പോൾ ക്ലച്ച് ചവിട്ടി പിടിച്ച് തന്നെ ഡ്രൈവർമാരെ കാല് ഒന്നിനും കൊള്ളാതെയാവും എത്തുമ്പോൾ. അത്രയും വലിയ കഠിനമായ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല യാത്രക്കാരെ സംബന്ധിച്ചും ഭയങ്കര ബോറാണ്. വണ്ടിയിലിരുന്ന് മുഷിഞ്ഞ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ പോലും പോലീസിന്റെ പൈലറ്റോട് കൂടി പോയിട്ട് ഒരു ദിവസം കുട്ടിയത്ത് 45 മിനിറ്റ് കിടന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ 40 മിനിറ്റും കിടന്നു. അപ്പൊ സാധാരണ ബസ്സുകളിലെ സ്ഥിതി വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാകുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ സുഗമമാകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റേഷന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിക്കാൻ പോകുക. ഇത് വളരെ ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ MLA ശ്രീമതി OS അംബിക നിരന്തരമായ സമ്മർദ്ദം, എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള മന്ത്രി ഞാനാണ്. എന്നെ മിക്കവാറും ദിവസം കാണും. നിയമസഭ വെച്ച് എല്ലാ ദിവസവും കാണും. നിയമസഭ ഇല്ലാത്ത ദിവസം ഓഫീസിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വരും. ഇവിടെ ഒരു നല്ല ബസ് സ്റ്റേഷൻ പണിയണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് അവർ വരികയും, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, 3 ബസ് സ്റ്റേഷന് വേണ്ടിയിട്ടാണ് പ്രത്യേക താല്പര്യം എടുത്തിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊട്ടാരക്കര, അത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, പിന്നെ കൊല്ലം. ഈ 3 ബസ് സ്റ്റേഷനുകളും ഒന്ന് നവീകരിച്ച് പണിയണം എന്ന് അദ്ദേഹം എപ്പോഴും പറയാണ്. കൊല്ലത്തെ ബസ് സ്റ്റേഷന് കാണാനില്ല, അത് അവശ നിലയിലാണ്. കൊട്ടാരക്കരയിൽ വളരെ പഴകിയതാണ്, വലിയ ബസ് സ്റ്റേഷൻ ആണെങ്കിലും പഴകിയ ബസ് സ്റ്റേഷനാണ്. ആറ്റിങ്ങൽ ഇത്രയും നല്ല ഒരു റോഡിന്റെ സൈഡിലുള്ള ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിലൊരു ബസ് സ്റ്റേഷൻ വേണം എന്ന് അദ്ദേഹം എന്നോട് എപ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അംബികയോട് പറഞ്ഞു, അംബിക പോയി എന്ന് ധനകാര്യമന്ത്രിയെ കാണും, പൈസ തരും എന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് കണ്ടതിന്റെ അന്ന് തന്നെ പൈസ കൊടുക്കണം. പൈസയുടെ കാര്യത്തിൽ ധനകാര്യ വകുപ്പ് ഇച്ചിരി ദാരിദ്ര്യം കാണിച്ചെങ്കിലും, പക്ഷെ പിന്നെ ഇത് PWD കൊണ്ട് നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവർ 20 കോടിയുടെ എസ്റ്റിമേറ്റ് ആണ്. 20 കോടിയുടെ എസ്റ്റിമേറ്റ് കണ്ടപ്പോൾ ധനകാര്യമന്ത്രി ഞെട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒറ്റയടിക്ക് വേണ്ട, 2ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ കനോപ്പിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ഈ ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ L എന്ന ഷേപ്പിൽ വലിയൊരു ബിൽഡിംഗ് ആവും. താഴ്ന്ന സ്ഥലത്ത് നിന്ന് ബിൽഡിംഗ് 2 നില താഴെയാണ്. അവിടുന്ന് പണിത് കയറി 4 നില ആ ഭാഗത്തും, ഇവിടെ 2 നില അല്ലെ 3 ഇവിടെ 3 നിലയും ആണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 നിലയേ ഉള്ളൂ, ഇവിടെ 3 നിലയുള്ള ഒരു കെട്ടിടവും. അങ്ങനെ അത് 2ഉം കൂടി വരുമ്പോൾ 2 ഒരേ ഹൈറ്റിൽ വരും. ഇവിടെ സ്റ്റീൽ കൊണ്ടുള്ള ഒരു വലിയ 2 കനോപ്പികൾ, വലിയ കൂരകൾ വരും, മനോഹരമായ കൂരകൾ. അതിനടിയിലാണ് ബസ്സുകൾ വരുന്നതും പോകുന്നതല്ല. പിന്നെ ഈ നോട്ടീസിൽ തന്നെ കാണുന്ന ചിത്രമാണ് അതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ബസ് ടെർമിനലുകളും അത്യന്താധുനികമായി നവീകരിക്കുക, അതായത് വിമാനത്താവളങ്ങൾക്ക് തുല്യമായ നിലയിലേക്ക് ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കുകയും അവിടുത്തെ ടോയ്ലറ്റുകൾ നവീകരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ആറ്റിങ്ങൽ MLA OS അംബിക അധ്യക്ഷയായി. KSRTC മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ PS പ്രമോദ് ശങ്കർ IOFS, കെട്ടിട വിഭാഗം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ദീപു S, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ M പ്രദീപ്, LSG ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഗതാഗതം അനുപമ IAS, ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം IPS, KSRTC ബോർഡ് മെമ്പർ വിജയശ്രീ, ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ രേഖ RS,
ആറ്റിങ്ങൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സാബു, കൌൺസിലർ പ്രിയങ്ക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ്, യോഗ, സൂംബ, എയറോബിക്സ്, ഡാൻസ് പരിശീലന കേന്ദ്രം. കൂടാതെ 200ഓളം പേർക്ക് ഒത്തുചേരാൻ കഴിയുന്ന മിനി AC കോൺഫറൻസ് ഹാളും ഇവിടെ സജ്ജമാണ്. ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ, PWD റെസ്റ്റ് ഹൗസ് റോഡ്, TB ജംഗ്ഷൻ, ആറ്റിങ്ങൽ.